സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവ ചർച്ചയായി പൗരത്വ നിയമ ഭേദഗതിയും ED ഇടപെടലുകളും. പൗരത്വ നിയമ ഭേദഗതി മതനിരപേക്ഷ മനസ്സിന് യോജിക്കാത്തതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചു. പ്രതിപക്ഷ പാർട്ടികളെ ഇല്ലാതാക്കാൻ കേന്ദ്ര സർക്കാർ EDയെ ഉപയോഗിക്കുകയാണെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. കേന്ദ്ര ഏജൻസികൾ നിയമം ലംഘിക്കുന്നുവെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. പൗരത്വത്തെ മതാടിസ്ഥാനത്തിൽ നിർവചിക്കുന്നതിനോട് യോജിപ്പില്ല. നിയമവാഴ്ച ഉറപ്പുള്ള രാജ്യത്ത് നടക്കാൻ പാടില്ലാത്ത നിയമലംഘനങ്ങൾ അത് കേന്ദ്ര ഏജൻസികൾ തന്നെ നടത്തുന്നത് നാം കാണുന്നു. ജാതി സെൻസസിൽ ഇടതു സർക്കാരിന്റെ നിലപാട് പ്രതിഷേധാർഹമാണെന്ന് KPMS കുറ്റപ്പെടുത്തി. ന്യൂനപക്ഷങ്ങൾ വോട്ട് ബാങ്കായി മാറിയെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. നന്നായി ഭരണത്തിലെല്ലാം അധികാരത്തെ അത് കയറിക്കൊണ്ട് അധികാരത്തിൽ നിന്ന് ഒപ്പിട്ട് മേടിക്കുകയോ അതിന് സ്വാധീനം ചെയ്ത് മേടിക്കുവാനുള്ള സാമുദായിക ശക്തി സമാഹരണം ആ സമുദായം നടത്തിയപ്പോൾ സാമുദായിക ശക്തി സമാഹരണം നടത്തി നമുക്ക് നേടാനൊന്നും സാധിച്ചില്ല. അവരെല്ലാം വോട്ട് ബാങ്കുകളായി മാറി. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെല്ലാം വോട്ട് ബാങ്കുകളാണ്. വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഇന്ത്യ മുന്നണി ചർച്ച ചെയ്തിട്ടില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വിമർശിച്ചു. ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധിയെ ചൂണ്ടിക്കാട്ടുന്നത് രാഷ്ട്രീയ സത്യസന്ധതയില്ലായ്മയാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സംസ്ഥാനത്ത് ഇന്ന് 14 പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തിരുവനന്തപുരത്ത് 4 സ്ഥാനാർത്ഥികളും കൊല്ലത്ത് 3 പേരും കാസർഗോഡ് 2 പേരും പത്രിക നൽകി. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ചൂട് പിടിക്കുകയാണ് തെരഞ്ഞെടുപ്പ് രംഗം. ഇനിയുള്ള ദിവസങ്ങളിലേക്ക് അത് വലിയ ചർച്ചകളും വിവാദങ്ങളും ഒക്കെ കൊഴുക്കുമ്പോഴും ഓരോ മുന്നണികളും അവരുടേതായിട്ടുള്ള രീതിയിൽ പ്രചരണങ്ങൾ ശക്തി പകരുകയാണല്ലോ. ഈ പൗരത്വ ഭേദഗതി നിയമം അതേപോലെ തന്നെ നേതാക്കൾ തമ്മിലുള്ള ബിസിനസ് ബാന്ധവം അടക്കമുള്ള വിഷയങ്ങളായിരുന്നു ഇതുവരെ തെരഞ്ഞെടുപ്പ് കളത്തിൽ സജീവമായതെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് ED അന്വേഷണം ആരംഭിച്ചു. അതാണ് പ്രധാനമായും തെരഞ്ഞെടുപ്പ് കളത്തിൽ ചർച്ചയാകുന്നത്. അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാകുന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മാത്രവുമല്ല, അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ മുൻനിർത്തിയാണ് ഇടതുപക്ഷം ഇതുമായി ബന്ധപ്പെട്ട് പ്രതിരോധം തീർക്കുന്നത്. മുഖ്യമന്ത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിലപാട് വ്യക്തമാക്കി. കേന്ദ്ര ഏജൻസികൾ നിയമം ലംഘിക്കുന്നു, അതേപോലെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നവരെ ചോദ്യം ഉയർത്തുന്ന പ്രതിപക്ഷത്തെ ED ഉപയോഗിച്ചുകൊണ്ട് മൗനികളാക്കാൻ ശ്രമിക്കുന്നു തുടങ്ങിയ വളരെ ഗുരുതരമായിട്ടുള്ള വിമർശനം ഇന്ന് കേന്ദ്ര സർക്കാരിനെതിരെ മുഖ്യമന്ത്രി നടത്തുന്ന സാഹചര്യമുണ്ടായി. പൗരത്വ ഭേദഗതി നിയമം RSS അജണ്ടയാണെന്നും അത് നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണെന്നുള്ള കുറ്റപ്പെടുത്തലും ഇന്ന് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചു. അതേപോലെ തന്നെ ഈ ജാതി സെൻസസ് കേരളത്തിൽ നടപ്പാക്കാത്തത് ഇരട്ട നീതിയാണെന്ന KPMS ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാറിന്റെ പ്രതികരണവും ഇന്നത്തെ രാഷ്ട്രീയ ചർച്ചയായിരുന്നു. ന്യൂനപക്ഷങ്ങൾ വോട്ട് ബാങ്കായി മാറി എന്നുള്ളതായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ കുറ്റപ്പെടുത്തൽ. അതേസമയം വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം അത് ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ചിത്രീകരിക്കുന്നത് രാഷ്ട്രീയ സത്യസന്ധത അല്ലായ്മയാണ് എന്നുള്ള നിലപാടുമായി ഇന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും രംഗത്തെത്തി. മാത്രമല്ല, വയനാട്ടിലെ മത്സരം LDFും UDFും തമ്മിലാണെന്ന് ബിനോയ് വിശ്വം ഇന്ന് പ്രതികരിക്കുകയും ചെയ്തു. സ്മിത, ശരി. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.